GM ന്യൂസ് തിരുവനന്തപുരം ഒരു സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഞാൻ NS നെല്ലിക്കുന്നം. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പെന്തക്കോസ് പാസ്റ്റർമാരുടെ സമ്മേളനം നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുകയാണ്. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പെന്തക്കോസ് പാസ്റ്റർമാരുടെ ഒരു മഹാസമ്മേളനം സോഷ്യൽ മീഡിയകളിൽ വൈറലായി. കഴിഞ്ഞ ദിവസം പൂവാർ ക്ലബ്ബ് മഹേന്ദ്ര റിസോർട്ടിലാണ് സമ്മേളനം നടന്നത്. 200-ലധികം പാസ്റ്റർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ തെരഞ്ഞെടുപ്പ് വേളകളിലും ഇതുപോലെയുള്ള യോഗങ്ങൾ നടക്കുന്നത് പതിവാണ്. എന്നാൽ ഇക്കുറി BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പെന്തക്കോസ് പാസ്റ്റർമാർ സമ്മേളിച്ചത്. BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ BJP പാർട്ടിയുടെ ചട്ടുകങ്ങളായി പെന്തക്കോസ് പാസ്റ്റർമാർ മാറിയത് പെന്തക്കോസ് സമൂഹത്തിന് ഒരു അപമാനമായിട്ടാണ് വിശ്വാസ സമൂഹം പറയുന്നത്. മണിപ്പൂർ സംഭവങ്ങളുടെയും വടക്കേ ഇന്ത്യയിലുള്ള പള്ളികളുടെയും കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്തുദാസന്മാരുടെയും നമ്മുടെ സമസൃഷ്ടങ്ങളുടെയും ഉന്മൂലനാശത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഭാരതത്തെ ക്രിസ്ത്യാനികളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഉന്മൂലനാശം വരുത്തി വർഗീയത സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പെന്തക്കോസ് പാസ്റ്റർമാർ പണത്തിനു വേണ്ടി അവരുടെ ചട്ടുകങ്ങളായി മാറിയത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂതകളെപ്പോലെയാണ് എന്ന് വിശ്വാസ സമൂഹം പറയുന്നു. നമുക്ക് ഒരു ദൃശ്യത്തിലേക്ക് കടക്കാം. ക്രിസ്ത്യാനികളൊക്കെ ഇവിടുന്ന് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ അവന്റെയൊക്കെ മീറ്റിങ്ങിന് പോയല്ലോ, മനസാക്ഷിയുണ്ട്. നിങ്ങൾ മാസ്ക് വെച്ച് ഫോൺ നിങ്ങൾക്കൊക്കെ നല്ല ഉളുപ്പുണ്ടല്ലോ. എന്തല്ലേ ഇത് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത സാത്താന്മാർ പോണത് എന്നാ മണിപ്പൂരിൽ നമ്മൾ ആളുകളെല്ലാം അടികൊണ്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. അടുത്ത കറി വയ്ക്കണ നിങ്ങളെ സാമാന്യ ബുദ്ധി ഉണ്ടാകും. ഇവന്മാർ പള്ളിയിൽ ഇത് കഴിഞ്ഞാൽ പള്ളിയിൽ പ്രസംഗിക്കാനാ പോണത്. BJPക്ക് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? മണിപ്പൂരിലാണ് ഇന്ന് കാട്ടാക്കടയിൽ ഒരു കാലിനെ അടിച്ചൊടിച്ചിട്ടില്ല. നീ ഇതിന് വന്നല്ലേ? ഇവിടെ നടക്കണമെന്ന് അറിഞ്ഞൂടാ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ വന്നേക്കണം അല്ലേ? കൊല്ലണമെന്നും കാണുന്നില്ലല്ലേ? മണിപ്പൂരൊക്കെ കത്തുന്നത് അറിഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ട് വരൂ. നിങ്ങൾ അതിന് പേടിച്ചു പോകുന്നത്. ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വരൂ. നമ്മളൊന്നും ചെയ്യില്ല. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരുമല്ല. നിങ്ങളെ സംരക്ഷിക്കും നമ്മള്. പക്ഷെ നിങ്ങൾ BJPക്ക് വോട്ട് പിടിക്കാൻ പോയത് മോശമായി പോയി. വാങ്ങിച്ച പൈസകളെ കുറച്ച് ചെലാക്കി തുടങ്ങി. മണിപ്പൂർ കാണുന്നില്ല പാസ്റ്ററെ. ക്രിസ്ത്യാനികളുടെ പേര് പറഞ്ഞ് ഈ പൈസ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത കുറെ എണ്ണം കള്ളന്മാര് പാത്രം നിറഞ്ഞ കുപ്പായി തൊട്ട് ബൈബിൾ ഓടിപ്പോയി. 21, 36, 72 എല്ലാവരും പോയി. ഇവരും ഉണ്ടാ? മണിപ്പൂരിലെ നമ്മളെ ക്രിസ്ത്യാനികളെല്ലാം അടിയുണ്ട്. പാസ്റ്റർമാരും ചില പ്രമുഖരായ ചിലരുടെ ഒത്താശയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ BJP സമ്മേളനം പെന്തക്കോസ് പാസ്റ്റർമാർ നടത്തിയത്. പെന്തക്കോസ് മൂവ്മെൻറ്റിലെ ഒരു പ്രമുഖ സഭയായ IPCയിലെ ചില പാസ്റ്റർമാരാണ് BJP ഇലക്ഷൻ സമ്മേളനത്തിൻ്റെ സംഘാടകർ. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖമായ ഒരു
സെൻറ്ററിലെ 2 പാസ്റ്റർമാരും മറ്റ് ചില ഏരിയകളിൽ പ്രവർത്തിക്കുന്ന സുവിശേഷകരുമാണ് പണത്തിനു വേണ്ടി പെന്തക്കോസ്ത് സമൂഹത്തെ വിറ്റത്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നു. സംഘാടകരുടെ പേരുകൾ ഇപ്പോൾ GM പ്രസിദ്ധീകരിക്കുന്നില്ല. തുടർന്ന് വിശദ വിവരവുമായി GM മീഡിയ വീണ്ടും വരും. പണമെന്ന് കേട്ടാൽ പടച്ചോനെപ്പോലും പണയം വയ്ക്കുന്ന ദുനിയാവാണ് എന്ന് ഒരു കവി പാടിയ പാട്ട്, അത് ഇവിടെ എത്ര യാഥാർത്ഥ്യമാവുകയാണ്. സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിൻ ഇപ്പോൾ ഇവിടെ സമാപിക്കുന്നു. വിശദ വിവരവുമായി വീണ്ടും വരാം. നന്ദി.